ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ. എയിം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കറണ്ട് അഫയർ സീരീസ് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? കാണാത്തവരെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എല്ലാവരും കാണുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ 1 പി എസ് സി ബുള്ളറ്റിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ ഒരുങ്ങുകയാണ് ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാവുന്നത് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം ആറളം വന്യജീവി സങ്കേതം. അടുത്തത്, ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിലാണ്. ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിൽ. അടുത്തത്, ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രവെലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രവെലി. അടുത്തത്, ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എല്ലുസാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എല്ലുസാമി. അടുത്തത്, മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസഡറായി നിയമിതയായത് കത്രീന കൈഫാണ്. മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസഡറായി നിയമിതയായത് കത്രീന കൈഫ്. അടുത്തത്, G7 ഉച്ചകോടി നടന്ന രാജ്യം കാനഡ. G7 ഉച്ചകോടി നടന്ന രാജ്യം കാനഡ. G7 ഉൾപ്പെട്ട രാജ്യങ്ങളാണ് US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. അടുത്തത്, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റത് D രചനയാണ്. അടുത്തത്, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്തത്, ഉപഗ്രഹ അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. അടുത്തത്, സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കുന്നതിനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിപിൻ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് ഡിജിപിന്നിൻ്റെ ഫുൾ ഫോം. അടുത്തത്, ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. അടുത്തത്, പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. അടുത്തത്, വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ ക്വിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന കായിക താരങ്ങളുടെ പേരും
അവരുടെ കായിക ഇനവും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മർക്കേറ്റ വെൻഡോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മർക്കേറ്റ വെൻഡോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാമത്തെ കിരീടമാണിത്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാം സ്ഥാനവും ഇന്ത്യയിൽ 1ാം സ്ഥാനവും പ്രജ്ഞാനന്ദ നേടി. ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാമത്തെ കിരീടമാണ്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായി. അടുത്തത്, ശ്രീലങ്കൻ പാർലമെന്റ് നടൻ മോഹൻലാലിനെ ആദരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. അടുത്തത്, ആക്സിയം 4 മിഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25-ന് യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായിരുന്നു ശുഭാംശു ശുക്ല. അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിൽ പങ്കെടുത്ത മറ്റ് 3 പേരാണ് അമേരിക്കയുടെ പെഗി വിറ്റ്സൺ, പോളണ്ടിൻ്റെ സ്ലാവോസ് ഉസ്നാസ്കി വിസ്നീസ്കി, ഹംഗറിയുടെ ടിബോർ കബു. ഇവർ സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ്. അപ്പോൾ ആക്സിയം 4 മിഷൻ 2025 ജൂൺ 25-നാണ് വിക്ഷേപിച്ചത്. ശുഭാംശു ശുക്ലയായിരുന്നു വിക്ഷേപണ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല. അടുത്തത്, തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചു. അടുത്തത്, മനിലയിലെ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചു. മനിലയിലെ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചു. അടുത്തത്, നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം LNG ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം LNG ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പോയിൻറ്സും നോട്ട് ചെയ്ത് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.